Sometimes, in most cases, parents' love turns toxic. ചില മാതാപിതാക്കൾക്ക് സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിയന്ത്രണം കൊണ്ടാണ് മക്കളെ വലുതാക്കാനുള്ള ശ്രമം. എല്ലാവർക്കും ഒരു സുരക്ഷിതമായ ബാല്യം അനിവാര്യമാണ്. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ഒരു സുരക്ഷിതമായ ബാല്യം ലഭിക്കുന്നില്ല. ഒരു മുറിവ് പോലെ തലമുറകളിലേക്ക് കടന്നു പോകുന്ന ഒരു കുടുംബത്തിന്റെ ആത്മാവിനെ തന്നെ ക്രമാതീതമായി തിന്നുകളയുന്ന വിഷം, ആരും തുറന്നു പറയാത്ത മൂകസത്യം. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ടോക്സിക് പാരന്റിങ്ങിനെ പറ്റിയാണ്. ആസ് ദ ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ്, ഇറ്റ് ഈസ് വെരി ടോക്സിക്. എന്താണ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ്? സ്വയം വിശ്വസിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന കുട്ടികൾ, അവഹേളനങ്ങൾ, നിഷേധനങ്ങൾ, അമിതാശകൾ ആൻഡ് ലാക്ക് ഓഫ് അപ്രീസിയേഷൻ. ഇവയുടെ ചുരുളുകൾ അവരുടെ മനസ്സിൽ ഒരു കറുത്ത കാർമേഘം പോലെ എന്നേക്കുമായി നിലനിൽക്കും. സ്നേഹത്തിന്റെ ബന്ധങ്ങൾക്ക് പകരം ഭയത്തിന്റെ മതിലുകളും മനുഷ്യ ചങ്ങലകളും. നെവർ എവർ ഡു ദാറ്റ് ടു യുവർ ചൈൽഡ്, നോ മാറ്റർ ഇൻ വാട്ട് ഏജ് ദേ ആർ. സ്നേഹം അതൊരു ഭീഷണിയായി മാറിയപ്പോൾ സ്വപ്നങ്ങളെയും ആത്മവിശ്വാസത്തെയും ഒരു പെട്ടിയിലടച്ചു. പലരും ഇപ്പോഴും ആ പെട്ടി തുറക്കാൻ ഭയപ്പെടുന്നു. അതിനുള്ളിൽ ഞാൻ മതിയാകുമോ എന്ന ചോദ്യചിഹ്നം മാത്രമാണുള്ളത്. നീ മോശമാണ്, നീ അവനെ കണ്ടുപഠിക്ക്, ഇവനെ കണ്ടുപഠിക്ക്, അയാളുടെ മകളെ കണ്ടില്ലേ, നീ എങ്ങനെ എന്റെ മകനായി പിറന്നു? സ്റ്റോപ്പ് ദേർ. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മക്കളെ മറ്റൊരാളുടെ മക്കളുമായി കമ്പയർ ചെയ്യുന്നത്? That is your freaking child and that is your bloody blood. You feel me what I'm saying? ഇനി വിലയിരുത്തൽ അനിവാര്യമെങ്കിൽ നിങ്ങളുമായി മാത്രം വിലയിരുത്തുക. അത് ഭീഷണിയിലൂടെയല്ല, മറിച്ച് നഫ്രത് കാ ബസാർ മേ മുഹബ്ബത് കാ ദുകാൻ. മനസ്സിലായില്ല? സ്നേഹം കൊണ്ട്. അത് എത്രയോ എളുപ്പമുള്ള, എന്നാൽ ഒരു രൂപ പോലും ചെലവില്ലാത്ത കാര്യമാണ്. വൺസ് എ പാരന്റ് ഈസ് ഓൾവേസ് എ പാരന്റ്. നിങ്ങൾ അവരുടെ ഏറ്റവും നല്ലൊരു സുഹൃത്താവാൻ ശ്രമിക്കുക. അറ്റൻഷൻ ആൻഡ് കെയർ, അത് മാത്രമാണ് അവർക്ക് ആവശ്യം, അതേത് പ്രായത്തിലായാലും. ഇഫ് യു ക്യാൻ സേ ദാറ്റ് യുവർ ചൈൽഡ് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ഒരു സംശയമില്ലാതെ എനിക്ക് പറയാൻ കഴിയും, ദേ വിൽ ബി ഇൻ യുവർ കൺട്രോൾ ഫോറെവർ. ഒരു മയക്കുമരുന്നിനെയോ മറ്റു വേട്ടക്കാരെയോ പറ്റി നിങ്ങൾ ആലോചിച്ച് ആദ്യ പിടിക്കേണ്ടിയും വരില്ല. തള്ളക്കോഴിയെയും കുഞ്ഞുങ്ങളെയും കണ്ടിട്ടില്ലേ? തള്ളക്കോഴി എവിടെയൊക്കെ പോകുന്നു, തള്ളക്കോഴിയുടെ പുറകെ ഒരു ചിറകിനുള്ളിൽ അവരെല്ലാം ഒരുമിച്ചുണ്ടാകും. അത് തള്ളക്കോഴിയുടെ അറ്റൻഷനും കെയറും എപ്പോഴും അവരുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. എന്ന് ആ അറ്റൻഷനിൽ നിന്ന് മാറുന്നു, ആ കുട്ടികൾ അവിടെ നിന്ന് വേർപിരിയുന്നു, അതല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് റാഞ്ചിക്കൊണ്ടു പോകുന്നു. യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ചൈൽഡ്. ഇതിങ്ങനെ ഒരു വെറുമൊരു വരം പോലെ ആകാശത്ത് നിന്ന് വരുന്നൊന്നല്ലല്ലോ. അപ്പോൾ എല്ലാ ഉത്തരവാദിത്വവും അതിന്റെ പ്രൊഡ്യൂസർക്ക് തന്നെയാണ്. If you can't maintain the quality, don't go for production, and quality always matters.